ഏകീകൃത സിവിൽ കോഡ് ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ജ്ഞാനികളും ദീർഘവീക്ഷണമുള്ളവരുമായ ഭരണഘടനാ നിർമ്മാതാക്കൾ ഏക സിവിൽ നിയമം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ചില കർത്തവ്യങ്ങൾ നടപ്പിലാക്കണമെന്നും അവയിലൊന്നാണ് ഏക സിവിൽ നിയമമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. UCC, Uniform Civil Code. Those of you who are aware of constitutional provisions, it's in directive principles. An obligation has been cast on governance to have law, to have uniform civil code. One state, Uttarakhand, has done it. How can you object to something which is written in our constitution, which is part of directive principles of state policy? We cannot be influenced day in and day out only with the narrow considerations of voting pattern. ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുകയാണ്. ജിഷ്ണു, എന്താണ് ഉപരാഷ്ട്രപതിയുടെ വാക്കുകൾ? രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്ന സമയത്താണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഭരണഘടനയിൽ തന്നെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഭരണഘടനയെ സംബന്ധിച്ച് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭരണഘടനാ നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്നതിന് ഭരണകൂടത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് എതിർക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ജഗദീപ് ധൻഖർ ഉയർത്തുന്നത്. ഭരണഘടനയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒപ്പം ജ്ഞാനികളും ദീർഘവീക്ഷണമുള്ളവരുമായ ഭരണഘടനാ നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ള ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണത് തടയുന്നതിനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള കാരണം എന്താണ് എന്ന കാര്യമാണ് ജഗദീപ് ധൻഖർ ഉന്നയിച്ചിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചില കർത്തവ്യങ്ങൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏകീകൃത സിവിൽ നിയമം എന്ന കാര്യമാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ, ആലോചനകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. ഒപ്പം അതിവേഗത്തിൽ ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കാൻ തയ്യാറെടുത്തിട്ടുള്ള ഉത്തരാഖണ്ഡ് നൽകിയത്.